അങ്ങ് എവിടെയാ ഒരു പിന്നെ വയനാട് നമ്പ്യാർകുന്നാ പേര്. ആശ്രമം. അവിടെ പോയിട്ട് ഒരു സൈലന്റ് ആയിട്ട് ദീക്ഷ സ്വീകരിക്കുക, ഇത് എന്നെ ഒന്ന് അണിയിക്കണം എന്ന് പറഞ്ഞൊരു വെള്ള വസ്ത്രം കൊടുത്ത് അവിടെ വരെയാണ് നമ്മള് പറഞ്ഞു നിർത്തിയത്. അതിന്റെ തുടർച്ചയായി ഇപ്പൊ കാണുന്ന എന്റെ ഈ വേഷം. അപ്പോ അങ്ങനെയാണ് എന്റെ അനുഭവം. എന്നിട്ട് ഇപ്പോഴ് ഞാന് അത് 76-ാമത്തെ വയസ്സിൽ കയറിയപ്പോഴാ 81ലേക്ക് പ്രവേശിച്ചതോടുകൂടി വാനപ്രസ്ഥം കഴിഞ്ഞ് ഒരു സന്യാസത്തിലേക്ക് പോകണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ കയറിയുള്ള ഒരു സഞ്ചാരത്തിലാണ് ഇപ്പൊ. അപ്പൊ 81-80 അപ്പൊ ഒരു 10 വർഷം അവനാ പോണേ. 9 വർഷം 81ലേക്ക് പ്രവേശിച്ചു. അപ്പൊ അതില് ഈ ഒരു 10 വർഷത്തെ ഈ ഒരു സന്യാസ ആത്മീയ യാത്രയില് എന്താണ് ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ആത്മീയ അനുഭവം? ഞാന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എൻ്റെ മനസ്സിൽ നിന്ന് എൻ്റെ എന്നുള്ളതെല്ലാം വിട്ടു. ഇപ്പൊ എത്തി നിൽക്കുന്നത് വിട്ടു. പക്ഷെ എനിക്കിത് പലപ്പോഴും പ്രകടിപ്പിക്കാൻ പറ്റിയല്ല. വിട്ടില്ല എന്ന് ചിലരെ ബോധ്യപ്പെടുത്തിക്കണം. ഉദാഹരണം ഫാമിലി മെമ്പേഴ്സ്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ ഇല്ല ഇപ്പോഴും. എല്ലാം ഒന്നുപോലെ ഒരുപോലെ എന്നുള്ളൊരു അവസ്ഥയിൽ ഇപ്പൊ എത്തി നിൽക്കുന്നത്. രണ്ടാമത്തേത് ഐ ലിവ് ഇൻ പ്രസന്റ് മൊമെന്റ്. എനിക്കിപ്പോ ഇന്നലകളും ഇല്ല, നാളെകളും ഇല്ല. ഏത് നിമിഷവും ഞാന് ഈ ശരീരം വിട്ടു പോകാൻ തയ്യാറാണ്. ഞാനെന്ന് പറയുമ്പോ ശരീരമല്ല, ഞാൻ ആത്മാവ് വിട്ടു പോകാൻ റെഡിയാണ്. അപ്പൊ ഇന്ന് വൈകുന്നേരം എനിക്കൊരു ഹൃദയാഘാതം ഉണ്ടായിട്ട് മരിക്കുകയാണെങ്കിൽ ഐ ആം സോ ഹാപ്പി, പോകാൻ തയ്യാറാണ്. അതുകൊണ്ട് ഞാനിപ്പോ പ്രത്യേകം മരുന്നുകളൊന്നും എടുക്കാറില്ല. പിന്നെ കുറേ അസുഖങ്ങളോ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഞാനിങ്ങനെ ചിട്ടയായ ഒരു ജീവിതത്തിലേക്ക് പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഒരിക്കലും ഒരു ക്ഷീണം തോന്നി. ഞാനൊരു ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോഴേ അപ്പൊ അത് പെട്ടെന്ന് ഞാൻ പരിശോധിക്കാൻ പോയി. ഞാൻ തന്നെ പോയപ്പോഴേ എൻ്റെ കരള് കൂടുതൽ കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. അതിന് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു മരുന്ന് കഴിക്കാൻ. കഴിച്ചില്ല. പിന്നെ അടിച്ചിട്ട് കൂടിക്കൊണ്ടിരുന്നപ്പോൾ കുട്ടികൾ നിർബന്ധിച്ച് തന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ചു. അപ്പോൾ അവര് കണ്ടുപിടിച്ചു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമെന്ന് പറഞ്ഞു. ആൻജിയോപ്ലാസ്റ്റി. അപ്പോൾ ഞാൻ ചോദിച്ചു, കിടന്ന കിടപ്പിൽ പരിശോധനയിൽ തന്നെ എനിക്ക് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ചോദിച്ചു, അപ്പൊ ഇതിന് എന്ത് ചെലവ് വരുമെന്ന് ചോദിച്ചേ. അപ്പൊ അവര് പറഞ്ഞ് ഒരു 2 lakhs-ഓളം വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിക്കുക, ഈ കിടക്കുന്നത് ഒരു സാധാരണക്കാരൻ, ഒരു പാവപ്പെട്ട കർഷകനാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? ഇതൊന്നും ചെയ്യാൻ പറ്റിയല്ലോ. അതുകൊണ്ട് എനിക്കിത് ചെയ്യണ്ട, ഞാൻ പോവാന്ന് പറഞ്ഞു. ചെയ്തില്ല. അപ്പൊ തന്നെ ചെയ്യാണെങ്കിൽ അവർക്ക് എളുപ്പമായിരുന്നേ, ചെലവും കുറയാന്. ഞാൻ ചെയ്തില്ല. അപ്പൊ പിന്നെ പിള്ളേർ വിടുവോ? പിന്നെ പിള്ളേർ എന്റെ പുറകെ നടക്കുക. അന്ന് ഞാൻ ക്ലാസ് എടുക്കാൻ പോവായിരുന്നു. അപ്പൊ ഒരു മോൾ എന്റെ പുറകെ വരും. കാരണം എപ്പോഴെങ്കിലും വീണ് പോയെങ്കിലേ കൂടെ വരും. അപ്പൊ അങ്ങനെ എന്നാ നമുക്ക് ഇന്നടത്തൊന്ന് പോകാം, ഒന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവരെന്നെ പിന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ഫലമായിട്ട് അവസാനം ഞാൻ അങ്ങ് സമ്മതിച്ചു ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ. അത് തിരുവല്ലയിൽ വെച്ചായിരുന്നു ചെയ്തു. അതിന്റെ ഫലമായിട്ട് അവര് പറഞ്ഞു മരണം വരെ ഒരു മരുന്ന് കഴിക്കണം, മരണം വരെ. കാരണം എന്തോ സ്റ്റെത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാൻ ഏതാണ്ട് കഴിക്കണമെന്ന് പറഞ്ഞു. അത് ഞാൻ ഇടക്കാലത്ത് നിർത്തി. കാരണം എനിക്ക് ഇനി കൃത്രിമമായിട്ട് ജീവിച്ചിരിക്കണ്ട. അപ്പൊ എന്റെ വൈഫിന്റെ ആങ്ങളെ ഡോക്ടറാ. അപ്പൊ ആള് പറഞ്ഞു, അത് കുഴപ്പമില്ല, കൃത്യമായിട്ട് ജീവിച്ചിരിക്കണ്ട, പക്ഷെ ഈ മരുന്ന് നിർത്തി കഴിഞ്ഞ് തളർന്നു പോകാൻ ചിലപ്പോൾ സാധ്യതയുള്ളത്. അപ്പൊ അത് വേണ്ട, തളർന്ന് കിടക്കാൻ പറ്റില്ല, എനിക്ക് പെട്ടെന്ന് മരിക്കണം. കിടന്ന് മരിക്കരുത്, മരിച്ചു കിടക്കണം, എന്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഇപ്പൊ എടുക്കുന്നുണ്ട്. അതൊരു ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുക, അതിനു വേണ്ടി മാത്രം. അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും വേറെ മെഡിസിനും ഒന്നുമില്ല. എന്റെ ഭക്ഷണമാണ് എന്റെ മെഡിസിൻ. ഇപ്പോഴേ ഭക്ഷണം, മെഡിസിൻ. പിന്നെ എന്റെ ജീവിത ഞാൻ മെഡിസിൻ എടുക്കുന്നത് നേരിട്ട് എടുക്കുക, പ്രകൃതിയിൽ സൂര്യപ്രകാശം. ശാലിയായിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞു. അതെ സൂര്യനെ നേരിട്ട് എടുക്കും. അത് ഞാൻ അനുഭവിക്കുന്നു. ഞാൻ ഈ പ്രപഞ്ചമാണ് എൻ്റെ മാതാവ് ഇപ്പോഴും. പിന്നെ എനിക്ക് എൻ്റെ ദൈവം, ഞാൻ ഈ സുവിശേഷത്തില് പഴയ നിയമം അധികം വായിക്കാറില്ല, വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. പക്ഷെ ചിലപ്പോൾ എനിക്ക് വേണ്ടത്
എങ്ങനെയെങ്കിലും വോയിസ് ആയിട്ടോ എവിടുന്നെങ്കിലും എൻ്റെ മുമ്പിൽ വരും ചിലപ്പോൾ വരും. അപ്പം അങ്ങനെ ഒരു വാക്ക് എൻ്റെ മുമ്പിൽ വന്നു. അതിപ്പോൾ അങ്ങ് ഇതിൻ്റെയൊക്കെ ആഴത്തിൽ പോയിട്ടുള്ള ആളായതുകൊണ്ട് ഞാൻ പറയാം. ആ വാക്യം അവസാനത്തെ പുസ്തകം വെളിപാട്, ആ വെളിപാടിലെ അവസാനത്തെ വാക്യം 22-ാം അധ്യായത്തിലെ 17-ാം വാക്യമാണ്. പിന്നെ 2-3 വാക്യം കൂടി ഉണ്ട്, അതിന്റെ കൺക്ലൂഷനാണ്. ഇതിലൊരു വാക്ക് പോലും വിടരുത് എന്നൊക്കെ പറഞ്ഞുള്ള ഇന്നത്തെ. പക്ഷെ അവസാനത്തെ ജ്ഞാനവാക്യം 17-ാം വാക്യം. ഇതെന്റെ മുമ്പിൽ വരിക. അതിതാണ്, ആത്മാവും മണവാട്ടിയും പറയുന്നു വരിക. വായിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ അത് എന്താണെന്ന് പൂർണ്ണമായിട്ട് എടുത്തോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങ് പോലും ആത്മാവും മണവാട്ടിയും പറയുന്നു, വിളിക്കുന്നു എന്നല്ല, പറയുന്നു വരിക. കേൾക്കുന്നവനും പറയട്ടെ വരിക. ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹിക്കുന്നവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. ഇതാണ് വാക്യം. ഈ വാക്യം വളരെ ഇമ്പോർട്ടൻ്റ്. ഒരു ധ്യാനഗുരുവും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അല്ല, എൻ്റെ മുമ്പിൽ ഇത് വന്നു, അതിൻ്റെ പൊരുൾ എന്താണെന്ന് എനിക്ക് എൻ്റെ ഗുരു എന്നെ മനസ്സിലാക്കി തന്നു. അത് വേറൊരാളുടെ ശരിയാകണമെന്നില്ല, അതാണ് എൻ്റെ ശരി. അന്ന് മുതൽ ആരാണ് ഈ ആത്മാവ്? പരമാത്മാവ്. അത് തന്നെ ഞാൻ വിശ്വസിക്കും. ആ പരമ്പൊരുൾ, മഹജ്യോതി എന്നൊക്കെ ഞാൻ പറഞ്ഞത്, ആ ആത്മാവിനൊരു മണവാട്ടിയുണ്ട്. അത് ഈ യൂണിവേഴ്സ്. എൻ്റെ ബോധ്യം ഞാൻ പറയുന്നത് കേട്ടോ. ഈ പരമാത്മാവ് ഈ പ്രപഞ്ചമാകുന്ന മണവാട്ടിയിലൂടെയാണ് സൃഷ്ടികർമ്മം പുരുഷനും പ്രകൃതി. അപ്പൊ അതുകൊണ്ട് ബോധം എന്താണ് ആ സന്ദേശം? നിനക്ക് എന്താ വേണ്ടത്? നീ പൂർണ്ണമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ, ദാഹിക്കുന്നുണ്ടോന്നോ ആദ്യത്തേത്. എനിക്ക് ഇതിനെക്കുറിച്ച് 1 മണിക്കൂർ പ്രസംഗിക്കാൻ പറ്റും, ഒറ്റ വാക്യം. ഇത്ര അതിന്റെ ആഴമുണ്ട് ഇതിനകത്ത്. കാരണം അതൊന്നും ആരും അറിയുന്നില്ല, പറഞ്ഞു കൊടുക്കുന്നുമില്ല. അപ്പോൾ ദാഹിക്കുന്നവൻ വരട്ടെ, പിന്നെ പറയാ ആഗ്രഹിക്കുന്നവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. ഇതാണ് വാക്യം. ഇത് ചിലത് ഞാൻ ഓർത്തിരിക്കും കേട്ടോ, അതിന്റെ ഇവിടെ തങ്ങനെ പോണ്ട്, അതിപ്പം വന്നു അത്. അപ്പൊ അവിടെ എന്താണ് ജീവന്റെ ജലം? എന്താണ്? 2 വാക്യം പറയുന്നത്. ദാഹിക്കുന്നവൻ വരട്ടെ, പക്ഷേ ദാഹമുണ്ട് എനിക്ക്, ഞാൻ വന്നു, അതുകൊണ്ട് കാര്യമില്ല. ഇവിടെ വെച്ചിട്ടുണ്ട്, ഞാനത് നോക്കി നിന്നാ പോരാ. ആഗ്രഹിക്കുന്നവൻ സൗജന്യമായി, ഒന്നും കൊടുക്കണ്ട, ഇതുവരെ ഒന്നുമില്ല, സ്വീകരിക്കട്ടെ. അപ്പൊ ഇവിടെ വന്ന് നിന്നാ പോരാ, ഞാൻ ജീവന്റെ ജലത്തിന്റെ അടുത്തെത്തി, എനിക്ക് ദാഹമുണ്ട്, ഞാൻ വന്ന് നിൽക്കുക എങ്ങനെ? പോരാ. ആഗ്രഹിക്കുന്നവൻ സൗജന്യമായി എടുത്ത് കഴിക്കണം. ഇതാണ് ആത്മീയതയുടെ കാമ്പും കാതലും, അതാണ് അന്വേഷണം. അപ്പോഴേ എന്താണ് ഈ ജീവന്റെ ജലം? അങ്ങനെ പഠിപ്പിക്കുകയല്ല ഞാൻ കേട്ടോ. ഈ പ്രപഞ്ചോർജം, അത് സൗജന്യമാണ്. അതിലാ ഞാൻ നിൽക്കുന്നത്, ഇരിക്കുന്നത്, കിടക്കുന്നത്. അതിലാണ് ഞാൻ. പ്രപഞ്ചത്തിലാണ്, പ്രപഞ്ചം എന്നിലാണ്. ഞാൻ ഈ മാതാവിലാണ്. അതാണ് അമ്മ. മണവാട്ടി എൻ്റെ അമ്മയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ദേവാലയം ഈ യൂണിവേഴ്സാണ്. അതുകൊണ്ടാണ് ഈ വെളുപ്പിനെ എഴുന്നേറ്റും മുകളിലോട്ടൊക്കെ പോകുന്നത്. അത് ആർക്കും പിടികിട്ടിയല്ല. അപ്പോൾ ഇത് ഒന്നോട് എനിക്കൊരു ഉൾക്കാഴ്ച തന്നു. ഉപനിഷത്തിലൊക്കെ കുറെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇത് ബൈബിളിലുണ്ട്. ഇത് ഈ യൂണിവേഴ്സാണ് എൻ്റെ മണവാട്ടി. കണ്ടോ ആ പരമ്പൊരുൾ പറയുന്നതായിട്ടേ എന്ന് പറഞ്ഞാൽ അത് പറയുന്നതൊന്നും അല്ലല്ലോ. ആ ശക്തി ചൈതന്യം ഇതിലൂടെ എല്ലാവരിലേക്കും വരുന്നു. പുതിയതെല്ലാം പ്രകടമാകുന്നു, പഴയതെല്ലാം അതിൽ ലയിക്കുന്നു. ഇത് ആണല്ലോ, ഇതാണ് അത്. അപ്പോൾ ഞാൻ അത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഏതാ? ഈ ജീവന്റെ ജലം. അത് സൗജന്യമാണ്, അതിവിടെ ഉണ്ട്, കണ്ടെടുത്താൽ മതി. ഇതാണ് ഞാൻ ഇപ്പൊ എത്തി നിൽക്കുന്ന അവസ്ഥ. ചുരുക്കി പറയുകയാണ്, ഞാൻ ഈ പ്രപഞ്ചമാണ് എൻ്റെ അമ്മ. എനിക്ക് പ്രാർത്ഥനയില്ല, ചൊല്ലിക്കൂട്ടിലൊന്നുമില്ല, ഒന്നുമില്ല. എനിക്കൊരു ജപമുണ്ട്, 2-3 എണ്ണം ഉണ്ട്. അത് മഹജ്യോതി താത ശരണം, അങ്ങാണ് എൻ്റെ ശരണം. ജഗജ്യോതിനാഥ
ശരണം. അത് സൂര്യനാണ്, അതെൻ്റെ യേശുവാണ്. ശരണം. അത്രേ ഉള്ളൂ. പിന്നെ പറയുക ദിവ്യാത്മജ്യോതി ശരണം, അത് എന്നിലെ. സ്നേഹജ്യോതി അത് പ്രാണനാണ്, എൻ്റെ അടുത്ത സുഹൃത്ത്. ഈ പ്രാണൻ വരും, അതിന് സ്നേഹജ്യോതി എന്നിട്ടിരിക്കുന്നത്. സ്നേഹജ്യോതി ശരണം. മനോബുദ്ധി ജ്യോതി എന്നിലെ മന്ത്രിയാ, എൻ്റെ ആത്മാവിൻ്റെ മന്ത്രിയാവും. അവരില്ലെങ്കിൽ എനിക്കൊന്നും പറ്റിയായിരുന്നു. ശരണം. പിന്നെ എനിക്കൊരു അമ്മയുണ്ട്, ഇത് കൂടാരം, ദേഹമാത. ഈ ദേഹം എൻ്റെ ഒരു അമ്മയാണ്, അതില്ലെങ്കിൽ എനിക്കൊന്നും പറ്റും. ദേഹമാത ശരണം. ഭൂമി എൻ്റെ മാതാവാണ്. ഭൂമി, ഈ പ്രകൃതി, ഈ കാണുന്ന പ്രകൃതി എൻ്റെ മാതാവ്. അവസാനം പ്രപഞ്ചമാതാ. ഇതെല്ലാം ഇതിലാണല്ലോ, ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം അതിലാണ്. ആ പ്രപഞ്ച മാതാവിലാണ് ഞാൻ ഇവിടെ. ആ പ്രപഞ്ച മാതാവിൻ്റെ മടിയിലെ ഓമന കുട്ടിയായിട്ട്. ഇതെൻ്റെ ഒരു രോഗമാണ് കേട്ടോ. കാരണം അത്ര എനിക്ക് അതിനെ അനുഭവിക്കുന്നുണ്ട്. അതിൽ അപ്പോൾ അമ്മയുടെ തലോടൽ, ആ അമ്മയുടെ തലോടൽ ഞാൻ അറിയുന്നു, അനുഭവിക്കുന്നു. അതിൻ്റെ കണ്ണുനീരായത്. അതിലേക്ക് ഞാനില്ല, എന്നോട് വരില്ല. അമ്മയാണ് എന്നെ കൊണ്ട് നടത്തുന്നത്. ഞാൻ എവിടെ എത്തണം, എന്ത് ചെയ്യണം, എന്ത് പറയണം. ഇപ്പോൾ ഞാൻ അവസാനത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 9ാം വയസ്സിലേക്ക് ഞാൻ പറഞ്ഞായിരുന്നു. അതോടുകൂടി എല്ലാം വിട്ട്, എൻ്റെ ആഗ്രഹം ഒരു അജ്ഞാതവാസമാണ്, പക്ഷെ അത് സഹിക്കാൻ പറ്റില്ല. എൻ്റെ കൂടെ ഇറങ്ങി വന്ന ഒരു കൂട്ടുകാരി ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് അവർക്ക് സഹിക്കാൻ പറ്റിയാത്തതുകൊണ്ട് അധികം അകലെ അല്ലാതെയുള്ള ഒരു അജ്ഞാതവാസമാണ് ആഗ്രഹിക്കുന്നത്. അതിൽ ഇത് ഫൈനൽ ജേണിയാണ്. ഇത് ജൂൺ അല്ല മെയ്യിൽ ആരംഭിച്ചതാ. മെയ് പകുതിയോടുകൂടി അത് ലാസ്റ്റ് ജൂൺ കൊണ്ട് തീർക്കണമെന്നാണ് ആഗ്രഹം. അതോടുകൂടി എൻ്റെ അമ്മ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടി നിശ്ചയിക്കും. അപ്പൊ ഇപ്പൊ ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ അമ്മയുടെ ഒരു പ്രകടമായ ഒരു അന്തരീക്ഷം ഞാൻ കാണുന്നു. അപ്പൊ എന്തിനാ ഇവിടെ വന്നത്? ഒരു പക്ഷേ ഇതാണോ അത് എന്ന് പോലും ഞാൻ സംശയിക്കുന്നു. ഞാൻ വെറുതെ അങ്ങേ കാണാൻ വന്നതാ അല്ലേ? പക്ഷേ ഞാൻ തേടുന്ന ഒന്ന്, എല്ലാം വിട്ട്, ബന്ധവുമില്ല, ആശ്രമമാണോ നിർബന്ധമില്ല. ഇപ്പൊ ഒരുപാട് താവളങ്ങൾ എനിക്കുണ്ട്, നോക്കിയിരിക്കുന്ന താവളമുണ്ട്. ഒരു താവളം കേന്ദ്രീകരിച്ച യാത്ര പോലും പോകണം. പക്ഷെ എൻ്റെ മാതാവ് കൊണ്ട് നടക്കുന്നതേ ഈ മലച്ചെരുവിലാണോ എന്ന് പോലും സംശയിക്കുന്നു. അത് നിശ്ചയിക്കപ്പെട്ടതാണ്. അവിടെ എത്തി ഞാൻ. എനിക്ക് എൻ്റെ ആഗ്രഹം എന്നിട്ട് ഞാൻ എവിടെയാണോ അവിടെ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പ്രാർത്ഥനയോ ചൊല്ലിക്കൂട്ടലോ ചോദിക്കലോ ഇരക്കലോ ഒന്നുമില്ല. ഇപ്പോഴേ എൻ്റെ തമ്പുരാനെ എനിക്കത് ഒന്നുമില്ല. ഞാൻ എല്ലാവരും ഓർക്കും. എൻ്റെ സാധന ഇടയ്ക്ക് ഒരു നിമിഷം അതൊരു കൊടുക്കലാണ്, ഒരു ഊർജം കൊടുക്കല്. ഞാൻ ഊർജം എടുക്കുന്നു, അത് ഞാൻ കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. അത് എൻ്റെ അതേ ഉള്ളൂ. വേറെ പ്രാർത്ഥനയൊന്നുമില്ല, അത് തരണേ ഇത് ഒന്നുമില്ല. ആണ് അമ്മയുടെ മടിയില്ലേ ഞാൻ അമ്മയോട് ഞാൻ ചോദിക്കണോ? പിന്നെ എനിക്ക് പിണക്കം വന്ന അമ്മേ ഇത് ശരിയല്ല കേട്ടോ എന്ത് പറയും, ശാസിക്കും. അതെന്റെ സ്നേഹം. അമ്മ ഇത് ശരിയല്ല കേട്ടോ, എന്നെ ഇങ്ങനെ ചുമ്മായിട്ട് കുഴപ്പം. അപ്പൊ അതുകൊണ്ട് ഞാനിതേ ഈ ജൂൺ അവസാനം എന്നാണ് എൻ്റെ ഒരു വിചാരം. ഞാൻ ഒരിടത്തെത്തും, അവിടെ ആയിരിക്കണം എൻ്റെ അന്ത്യം. എന്നിട്ട് എനിക്ക് മതചടങ്ങ് ഒന്നുമില്ലാതെ ഈ ആത്മാവ് പോയി കഴിഞ്ഞുള്ള ഈ ദേഹം, അതുകൊണ്ട് കാര്യമില്ല, അത് ദേഹത്തോട് ചേരണം, അത്രയേ ഉള്ളൂ. ആത്മാവ് ഇന്ന് രാവിലെ അങ്ങയുടെ കുട്ടിയായിട്ടൊരു അഭിമുഖം വെച്ചപ്പോഴേ, അഭിമുഖം അല്ല, എവിടെ ഒരു ചോദ്യം ചോദിച്ചപ്പോ ഒരു മറുപടി തന്നു, ഒരു ചായ കപ്പ്. ഞാൻ അത്ഭുതപ്പെട്ടു, അത്ഭുതപ്പെട്ടു. അതെ, അതാണ് എൻ്റെ ഇപ്പോഴത്തെ ബോധ്യമേ. ഞാന് ഇവിടുത്തെ ഒരു തുള്ളി, ആ തുള്ളി സമുദ്രത്തിൽ ലയിക്കുന്നു. അതേ ഉള്ളു മരണം, അത്രേ ഉള്ളു മരണം. ആ ലയനം നോക്കിയിരിക്കപ്പോഴേ എന്തൊരു സുഖമാ. ഞാൻ ഈ തുള്ളിയിൽ എത്ര ചെളിയുണ്ടേലും അത് അവിടെ ചെന്ന് ചേർന്ന് കഴിയുമ്പോൾ തീർന്നു ചെളിയെല്ലാം. കാരണം ഞാൻ ഈ ചെളി നിറഞ്ഞ നദികള്
വന്ന് ഇവിടെ ചേരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സമുദ്രതീരത്ത് ഞാൻ ചെന്നിരിക്കുമ്പോഴേ നദികൾ വന്ന് ചേരുന്നത് ചെളി നിറഞ്ഞത്. പക്ഷെ ഏതാനും ദിവസത്തേക്കോ ഉള്ളത്, അത് കഴിയുമ്പോൾ ഇതിനകത്ത് ചേർന്ന് കഴിയുമ്പോൾ പൂർണ്ണ ശുദ്ധമായി. അതുകൊണ്ട് ഞാൻ എത്ര ചെളിയായിട്ട് പോയാലും എനിക്ക് അവിടെ ലയിക്കുമ്പോൾ പിന്നെ ഒന്നുമില്ല. അപ്പൊ മരണം സമം എൻ്റെ ബോധ്യത്തിൽ എത്തി നിൽക്കുന്ന ലയനം അത്രയേ ഉള്ളൂ. അപ്പോ സജീവ്ജി അങ്ങ് ഇവിടെ വന്നു. ഈ ദിവസങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ച് താമസിക്കാനും ഭക്ഷണം കഴിക്കാനും അന്യ കാര്യങ്ങൾ പങ്കുവയ്ക്കാനൊക്കെ നമുക്ക് കഴിഞ്ഞു. അത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം. ഞാൻ 1-2 മാസമായിട്ട് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കായിരുന്നു സജീവ്ജി. അപ്പോൾ ലോങ് ജേർണിയൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ഇവിടെ എത്തിപ്പെടും. അത് ഞാൻ പറയുകയും ചെയ്തുല്ലോ. അപ്പൊ അത് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നു. അത് നിങ്ങളുടെ അനുഗ്രഹമല്ല, എന്റെ അനുഗ്രഹം. അപ്പോ എനിക്ക് അനുഗ്രഹം അങ്ങയുടെ അടുത്ത് വരെ. ഞാൻ അങ്ങയുടെ മുമ്പിൽ വീഴും വട്ടപ്പൂജ്യമാണ്. അതെ, അല്ല ഞാന് അപ്പൊ അതൊക്കെ അതൊക്കെ ഒരു വലിയൊരു ഉപകാരം വന്നതും ഈ മഴയത്ത് അവിടുന്ന് ഈ ശരിക്കും കർക്കിടക മാസക്കാലം ഇവിടെ എത്തിപ്പെടാന്ന് പറഞ്ഞതൊക്കെ. അപ്പൊ ഈ എനിക്കൊരു അത്ഭുതം കൂടി, ഒരു ആശ്ചര്യം കൂടി തോന്നുന്നുണ്ട്. ഈ 90ാമത്തെ വയസ്സില് എങ്ങനെയാണ് ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയും ഈ ഇതൊക്കെ എത്തിമുട്ടുക. അതൊക്കെ വലിയൊരു ഇത് തന്നെ. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അമ്മയുടെ മടിയിലാണ് അമ്മ കൊണ്ട് നടക്കുന്നത്. ആ ഒരു അമ്മയുടെ അരുമ മോളെയാണ് ഞാൻ ഇവിടെ കാണുന്നത്. അപ്പൊ ശരിക്കും ഇതൊരു സജീവിച്ച ഒരു ഇൻസ്പിറേഷനും കൂടിയാണ്. കാരണം ആൾക്കാർക്ക് ഇപ്പൊ വേണമെന്ന് വെച്ചെങ്കിൽ ഒരുപാട് നമുക്ക് പറയാം, പക്ഷെ ജീവിതങ്ങൾ കുറവാണ്. എന്ന് പറഞ്ഞാൽ വെറുതെ ഒരാൾക്ക് 90ാമത്തെ വയസ്സിൽ ഇങ്ങനെ ഒരു പൂർണ്ണമായിട്ടുള്ള ആരോഗ്യത്തോടു കൂടി ഇരിക്കുക, യാത്ര ചെയ്യുക, സംസാരിക്കുക, മെമ്മറിക്കൊന്നും ഒരു പ്രശ്നമില്ല. വേറെ എന്തോ ഒരു ഇതായപ്പോ ചിലപ്പോ സന്ദർഭത്തിൽ വരും, പക്ഷെ മറവിയുണ്ട്. പക്ഷെ കൃത്യമായിട്ട് ഓർത്തിട്ട് അപ്പൊ എനിക്ക് മനസ്സിലായി ഷാർപ്പ് മെമ്മറിയാണ് വരുന്നതാണ്. അതൊക്കെ ഒരു വലിയൊരു ജീവിതത്തിന്റെ വെറുതെ സംസാരങ്ങൾ അല്ലെങ്കിൽ വെർബലായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറയലല്ല, അത് സ്വന്തം ജീവിതത്തിൽ അത് പ്രായോഗിക തലത്തിലേക്ക് വരുത്തി അതിൽ നിന്നുള്ള ഒരു ഫലമാണ്. ഗാന്ധിജി പറഞ്ഞായിരുന്നേ, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. എന്റെ ആഗ്രഹം അതാ. അപ്പൊ എനിക്കൊന്നും അധികം പറയാനില്ല. എന്റെ ജീവിതം ഒരു സന്ദേശമാകണം. അതെ, ഇതിപ്പോ ഈ കണ്ണാടി ഇങ്ങനെയുള്ളത് ഒരു വട്ട കണ്ണാടി ആണെങ്കിൽ ഗാന്ധിജിയെ പോലെ തന്നെയാണ് ഒരു ലുക്ക്. പറയാ അങ്ങനെയാണ്. നമുക്കധികം പ്രഭാഷണമല്ല, നമ്മുടെ ജീവിതം. എന്നോട് ചോദിക്കും ഇതെങ്ങനെ, അത് പറഞ്ഞു കൊടുക്കും. അതാ എന്റെ സാധന. അതാ ഇതെങ്ങനെ, ഞാൻ പറഞ്ഞുതരാം. അതിന് മെനക്കെടണം, ഒരു സാധന ജീവിതം വേണം എന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് പറയും. അത് മാത്രമേ ശരിയുള്ളൂ, അങ്ങനെ ചെയ്യാവുള്ളൂ, അങ്ങനെയില്ല ഒരിക്കലും പറയുന്ന. പക്ഷെ ആ സജീവിജി ചെയ്യുന്ന കാര്യത്തിൽ 100% ഇതില് ആണ് അത് ചെയ്യുക. അത് എങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യമോടെ ജീവിക്കാം, ആശുപത്രി പൈസ കൊടുക്കേണ്ട എന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. കാരണം അതുപോലെ ഈ ദേഹത്തിന് ചലനം കൊടുക്കുന്നുണ്ട്. ഈ കുടലിനും ആന്തരാവയവങ്ങൾക്കും വരെ എന്നും കൊടുക്കുന്നുണ്ട്. അതിൽ ഇന്ന് 3ാമത്തെ ഭാഗം ചെയ്തില്ല ഇവിടെ. ഞാൻ പറഞ്ഞിട്ട് നമ്മൾ യാത്രയ്ക്ക് പോയി ആ സൂര്യോദയത്തിനോട് കൂടിയാണ് പിന്നെയും പ്രാണായാമവും പലതുണ്ട്. അന്നേരമാണ് പങ്കുവെക്കൽ, ഊർജ്ജം, ഇതൊക്കെ ഉണ്ട്. അങ്ങനെ 3:30 മുതൽ പറഞ്ഞ ഒരു 9 വരെയും എനിക്ക് പ്രോഗ്രാം ഞാൻ തന്നെ ജീവിക്കുകയാണെങ്കിൽ പരിപാടിയുണ്ട്. 9-ന് ആഹാരം കഴിക്കും. ആഹാരം എന്താ മുമ്പ് പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയും, പിന്നെ ഈ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി ആഹാരം, കുളിക്കാൻ ഇത്തിരി ജലം, കുടിക്കാനും നനയ്ക്കാനും ഇത്തിരി ജലം, കിടക്കാനും ഒരിടം മതിയല്ലോ. ഇത്രയേ ഉള്ളൂ. അതിന് എങ്ങനെയോ തമ്പുരാൻ ഒരിക്കലും ഞാൻ ചിന്തിച്ചതല്ല. ഞാൻ ഇങ്ങനെ സ്വതന്ത്രനായിട്ട് നടക്കാൻ കാരണം ആ പ്രപഞ്ച മാതാവ് മുൻകൂട്ടി ഒരുക്കിയ ഒരു അധ്യാപക ജീവിതം. അതിൽ തന്നെ എന്നെ ഹെഡ്മാഷാക്കുക. എന്തിനാണെന്നറിയാവോ, എനിക്കൊരു അടിമത്ത മനോഭാവം ഇല്ല നേരത്തെ തൊട്ട്. ഞാൻ ആരുടെ അടിമയാകുകയില്ല. അപ്പൊ പ്രകൃതി എനിക്ക് നിശ്ചയിച്ചതാണ് 28 കൊല്ലം ഹെഡ്മാസ്റ്റർ. അപ്പോൾ എന്താ കാരണം, എന്റെ ഒരു ഭാവന അനുസരിച്ച് എനിക്ക് ഈ വിദ്യാലയത്തെ നയിക്കാൻ പറ്റും. ഞാനൊരു വെറും ടീച്ചറാണെങ്കിൽ എപ്പോഴും അടിമ. ഇത് എന്റെ ഭാവന അനുസരിച്ച് ഞാൻ അങ്ങനെയായിരുന്നു. ഹിന്ദു കുട്ടികളെയൊക്കെ വിളിച്ചിരുത്തി അവരെ ഞാൻ വേദപാഠം പഠിപ്പിക്കും. ക്രിസ്ത്യാനി കുട്ടികൾക്ക് വേറെ വേദപാഠം ഉണ്ടെന്ന് കത്തോലിക്ക സ്കൂളില്
ഒരു പീരീഡ് വേദപാഠമാണ്. അന്നേരം ഞാൻ ഹിന്ദുക്കൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അഖിലാണ്ട മണ്ഡപം എന്നൊരു പാട്ടുണ്ട്, അതാണ് ഞാൻ പ്രാർത്ഥനയായിട്ട് ചൊല്ലിയ രാവിലെ. ഹെഡ്മാഷായതുകൊണ്ട് അത് സാധിക്കുന്നേ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിസ്തീയ പാട്ട് വേണം. അഖിലാണ്ട മണ്ഡല അണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി. അതാണ് ഈ ആത്മീയത അതിനകത്തുണ്ട് കേട്ടോ. അതൊന്നും അറിയുന്നില്ല. അന്നൊരു മനയിലുണ്ട് ചോദിച്ചു, എന്താ ഈ ഈശ്വര പ്രാർത്ഥന? ഞാൻ പറഞ്ഞു അതിലെല്ലാം ഉണ്ടല്ലോ. അങ്ങനെ ഒരിക്കലും ഒരു മാനേജർക്ക് എന്നോട് ഭയങ്കര അരിശം വരികയും എന്നെ എൻ്റെ ജോലിയിൽ നിന്ന് വരെ പിരിച്ചുവിടാൻ വരെ അദ്ദേഹത്തെ ആഗ്രഹിച്ചു. ഞാൻ ചലിച്ചിട്ടില്ല. അതിന് എനിക്ക് ദൈവം കൂട്ടി തന്നു. എന്നെ അവസാനം അച്ഛൻ നിർബന്ധിച്ച് മാനേജ്മെന്റ് എനിക്കൊരു ശിക്ഷ തരാൻ തീരുമാനിച്ചു. കാരണം വികാരിച്ചൻ പറയുന്നു, പിന്നെ വികാരിച്ചൻ്റെ കൂടെ ഒരുപാട് ആളുകൾ കൂടുമല്ലോ. അങ്ങനെ കൂടി എന്നെ ഒന്ന് ശിക്ഷിച്ചു. ആ ശിക്ഷയാണ് എനിക്ക് ഒത്തിരി നേട്ടം ചെയ്തത്, ഒരുപാട്. കാരണം പിന്നെ എനിക്ക് മതത്തോട് ഒരു ഇല്ലാതെ പോയി. ഞാൻ പൂർണ്ണ സ്വതന്ത്രനായി. അവർക്കും അത് മനസ്സിലായി മോശമായി പോയി കാണിച്ചെന്ന് അവരതിന് പരിഹാരം ചെയ്തു. അവർ പ്രായശ്ചിത്തം ചെയ്യേണ്ടി വന്നു അവർ. കാരണം ഞാനൊരു തെറ്റും ചെയ്തില്ല. ഞാൻ എന്താ ചെയ്തത്? അമ്പലത്തിൽ പോയി പ്രസംഗിച്ചു. ശബരിമലയ്ക്ക് അതാണ് അവർക്ക് പിടിക്കുക. ശബരിമല കാണാനാ പോയത്, അല്ലാതെ ഈ ബിനോജ് പോയുടെ എടുത്ത് പോയതല്ല, കാണാൻ പോയി. കാരണം അന്ന് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് 15 മൈലേ ഉള്ളൂ ശബരിമലയ്ക്ക്. ഞാൻ സത്യാന്വേഷിയാണല്ലോ. പോയി മൂന്നാമത്തെ യാക്കോബായ പള്ളി പോയി പ്രസംഗിച്ചു. പ്രസംഗിക്കേ നടക്കും. ഇതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ദുർമാതൃക. മറ്റ് ശക്തികൾ നമ്മൾ മാത്രമല്ലേ ശരി. അന്നേരം വേറൊരു അമ്പലത്തിൽ പോയി പ്രസംഗിക്കാവും. രണ്ടാമത് ശബരിമലയ്ക്ക് ഹെഡ്മാഷ് പോയി, അതൊരു ദുർമാതൃകയായിരുന്നു. അങ്ങനെ അവരെന്നെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. പള്ളിക്കാർ കുറച്ച് പേര് കൂട്ടു നിന്നു. ഒരു എന്താ പള്ളിയിലെ ഒരു യോഗം ഉണ്ടല്ലോ, യോഗത്തിൽ അവര് തീരുമാനിച്ചു, എഴുതി വെച്ചു. ബിഷപ്പിന് കൊടുത്തു. ബിഷപ്പിന് ഒന്നും മേലില്ല, ഇടവക മൊത്തമല്ലേ. അങ്ങനെ എന്നെ ശിക്ഷിച്ചു. ശിക്ഷിച്ചെന്ന് പറഞ്ഞാൽ വേറൊരു ട്രാൻസ്ഫർ. കാരണം ഞാൻ എന്നെ ഹെഡ്മാഷായിട്ട് ഒരു പുതിയ സ്കൂളിൽ വന്നു ചേരുന്നു. അതിന്റെ പുരോഗതിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. യു പി വരെയായി. അപ്പൊ എന്നെ നാട് കടത്തണം. കാരണം ദുർമാതൃക. അതിന് അവര് വളരെ ചിന്തിച്ചിട്ട് എന്തെങ്കിലും ഒരു തെറ്റ്. ആ സ്കൂളിൽ എത്ര വർഷം സേവനം ചെയ്തു? 12 വർഷം കഴിഞ്ഞ് 13-ാം വർഷം അവിടുന്ന് എനിക്ക് ട്രാൻസ്ഫർ ആയി. എന്നോട് ചോദിച്ചു ഒരു അച്ഛനെ എൻ്റെ ഇടയ്ക്ക് വന്നേ, സാറിന് വേറെ വല്ല സ്കൂളിലൊക്കെ പോയി. അയ്യോ എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അതൊരു വൈവിധ്യം കൂടിയല്ലേ. പക്ഷെ ശിക്ഷിക്കാനായിരുന്നു. കാരണം അവർക്കൊരു എക്സ്പ്ലനേഷൻ ചോദിക്കാനോ ഒന്നും ഇല്ലല്ലോ. എന്താ ചോദിക്കുക? സാറിന് എഴുതി ശിക്ഷിക്കണമെങ്കിൽ താങ്കളുടെ പേരിൽ വന്നിട്ടുണ്ട്, കാര്യം വേണം. അതിനുള്ള എന്താണ് പറയാനുണ്ടോ? ഒരു ചോദ്യമൊന്നും ഇല്ല. അവർ എന്നോട് ആധികാരികമായിട്ട് പറയാവോ, ഗവൺമെന്റിന്റെ ശമ്പളം പറ്റുന്ന ഒരാളിനോട് ശബരിമലയ്ക്ക് പോയത് കൊണ്ട് താങ്കളെ അതിന് എനിക്ക് ശിക്ഷ തന്നു. അതോടുകൂടി ഞാൻ പൂർണ്ണ സ്വതന്ത്രനായി. അപ്പൊ ദൈവത്തിന്റെ പരിപാലനയാന്ന് ഞാൻ പറയാം. അല്ലാതെ എനിക്കതൊരു ശിക്ഷയല്ലായിരുന്നു. എനിക്ക് ദൈവം തന്ന അതിലൂടെ ഞാൻ പല സ്കൂളിൽ കൂടെ പോവുക. ഒരു ഉദാഹരണം പറയുക. ആ ശിക്ഷ തന്നത് എങ്ങോട്ടാ? ആഴ്ചയിൽ ഒന്നെങ്കിലും അല്ല, ദിവസം പോയി വരാവുന്ന ഒരിടത്തോട്ടല്ല. എന്റെ ഭാര്യയും കുട്ടികളും ഉണ്ട്. ശിക്ഷയ്ക്ക് അങ്ങനെയല്ലേ വേണ്ട, പോയി വരേണ്ടതൊക്കെ. ഞാൻ പോയി വരരുത്. അന്ന് ആ രൂപതയുടെ, ചങ്ങനാശ്ശേരി രൂപതയാണ്, ചങ്ങനാശ്ശേരി രൂപതയുടെ ലക്ഷദ്വീപ് പോലെയുള്ള അൻഡമാൻ നിക്കോബാർ ദ്വീപ് പോലെയുള്ള സ്ഥലമാണ് പുള്ളിക്കാനം. പുള്ളിക്കാനം അറിയാവോ? വാഗമണ്ണിനടുത്ത്. അവിടെയോട്ട് ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. അങ്ങനെ സ്കൂളിൽ ഇങ്ങനെ ശിക്ഷ തരിക, ഒരു LP സ്കൂള്. അവിടെ തമിഴ് മീഡിയം ഉണ്ട്. ഹെഡ്മാഷ് താൻ പഠിക്കണം, അതാ അവരുടെ ലക്ഷ്യമേ. എന്നിട്ട് അവർ ഉദ്ദേശിച്ച് ചെയ്താൽ ഞാൻ ചെന്ന് കാലേ വീഴും, ക്ഷമ ചോദിക്കും, എന്നെ വിടരുത്, ഞാൻ ഇനി ഒന്നും ചെയ്യാലെന്ന് അവർ വിചാരിച്ചതാ. അതിനകത്ത് ചെയ്തതാ ഇത്. ഞാൻ സന്തോഷമായിട്ട് ടാറ്റ പറഞ്ഞ് പോയി.